എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. ഒരു 23 വയസ്സുകാരന് പീഡന കേസ് വരുത്തി. ഞാനൊരു ചായ കുടിക്കാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതാ. തിരിച്ചു ചെന്ന് നോക്കുമ്പോ വീടിന്റെ മുറ്റത്തൊരു പോലീസ് ജീപ്പ്. ഇപ്പൊ കർമ്മ ന്യൂസിൽ വരെ ആ വാർത്ത എത്തി. എന്താ പിന്നെ ഒന്നിരുന്ന് ഓളിയിട്ട് പേടിപ്പിക്കുന്നു. പേടിപ്പിച്ചതല്ലേ, ഞാൻ പ്രാർത്ഥിച്ചതല്ലേ. ഇങ്ങനെയാണോ പ്രാർത്ഥന കൊല്ലുന്നത്? ഇത് കേട്ട കർത്താവ് പോലും പേടിച്ചോടുമല്ലോ. ഇതേതാ ഈ പുതിയ 2 കുരിശുകൾ? ഇത് നാട്ടിൽ നിന്ന് വന്ന കൂട്ടുകാർ എന്നെ കൊടുക്കാനുള്ള ട്രിക്കാണ്. അല്ലാതെ അവിടുന്ന് ഇവിടുന്ന് വരുന്ന കുട്ടികളെ തോണ്ടാനും മാന്താനും പിച്ചാനും പോണ്ട എന്ത് കാര്യം? അപ്പൊ എനിക്ക് പറയാനുള്ള ജനങ്ങളോട് പറയാനുള്ള, ഞാൻ നിരപരാധിയാണ്. നിങ്ങൾക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം, കഫം, മൂത്രം ഒക്കെ പരിശോധിക്കാം. യെസ്, യു ക്യാൻ എക്സാമിനേഷൻ. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റലിലോ എവിടെ വേണമെങ്കിലും ദൈവമേ, അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും പീഡന കേസ് വരെ എത്തി നിൽക്കണം. ഞാൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല. കേസ് തെളിവുകൾ തീരുമാനിക്കും പ്രതിയാകണമെന്ന്. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. പണ്ട് ദിലീപ് എന്നെ കുടിക്കുക പോലെ എന്നെ കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഗൈസ്, രക്ഷിക്കണം. ഞാൻ അവളെ പീഡിപ്പിച്ചിട്ടില്ല. സങ്കടത്തോടെയാണ് ഞാൻ പറയുന്നത്. താൻ ചത്തില്ലല്ലേ? ഇല്ല, ചാവൂല. അവന്റെ പാട്ടന്മാരും ഒറ്റ വെട്ടിന് ചാവൂല, ഇഞ്ചിഞ്ചായേ ചാവൂ. താനിപ്പോ എത്ര ഇഞ്ച് ചത്തു? എനിക്ക് ഇഞ്ചല്ല, അടിക്കണക്കാ. ഓഹോ, നമ്മുടെ ഒരു ബാങ്ക് ബാലൻസും ഇല്ല. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടില്ല. അതിന് കാശുവല്ലോ അല്ല. മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്കുക. അഥവാ പറ്റിപ്പോയെങ്കിൽ എവിടെങ്കിലും ചെന്ന് നാറാതെ ഇവിടെ വരിക.